എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നല്ല മഴയാണ് കേട്ടോ, നല്ല മഴയാണ്. രാത്രി എന്തോരു മഴയായിരുന്നറിയോ. അപ്പം ഇന്നൊരു സാമ്പാറാണ് കേട്ടോ, തട്ടിക്കൂട്ട് സാമ്പാർ പറയുക. നല്ല ടേസ്റ്റി ആയ ഒരു സാമ്പാറാണ്, വളരെ സിമ്പിളാണിത്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. മതി അതിലിട്ടത്. മഴ ഒരു ഇടിയും പൊട്ടി. അയ്യോ, ഇവിടെ ഉണ്ണിയൊന്നും അറിഞ്ഞില്ല. ഞാൻ മേടിച്ചു ഭൂമി വിൽക്കാൻ വന്നോ. അമ്മാരി ഇടിയായിരുന്നു. എന്താട്ടോ എല്ലാ പച്ചക്കറിയും കേട്ടോ. അപ്പൊ സാമ്പാർ വെക്കാൻ ഞാനും എന്തോ ഒരു സൗണ്ട്. തക്കാളി നോക്ക്. നമുക്ക് സാമ്പാറിന് ആദ്യം പരിപ്പൊന്ന് വേവിക്കാൻ വെക്കാം. ഒരു ഗ്ലാസ് തോരപ്പരിപ്പ് കേട്ടോ, നന്നായി കഴുകിയതാണ്. പൂച്ച ഇതിലേക്ക് ഒരു പീസ് കായം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ. ഒറ്റ വിസിൽ വരട്ടെ. ഒരു വിസിൽ പരിപ്പ് വേകും, നന്നായി വേകും. നമുക്ക് പരിപ്പ് വെന്താ നോക്കാം. സൂപ്പറായി വന്നു കേട്ടോ, ഒറ്റ വിസിലിൽ വന്നു. ഇനി ഇതിലേക്ക് പച്ചക്കറി ഇട്ട് കൊടുക്കുക. ഒരു 3 ഉരുളക്കിഴങ്ങ് കേട്ടോ, 2 തക്കാളി, ഒരു സവാള, 2 മുരിങ്ങക്കായി ഇട്ട് കൊടുക്കുക. ഒന്നര ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഒന്ന് വേഗട്ടെ അടച്ചിട്ട്. കഷ്ണം എന്താ നോക്കാം. കഷ്ണം വന്നു കൂട്ടാ. വെണ്ടയ്ക്ക് ഇട്ട് കൊടുക്കട്ടെ കേട്ടോ, വറുത്ത് വെച്ചതാണ്. കുറച്ച് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുക. പുളിയൊക്കെ അവനവൻ്റെ ഇഷ്ടത്തിനാണ്. നന്നായി ഒന്ന് തിളക്കട്ടെ, വെണ്ടയ്ക്കും പുളിയൊക്കെ ഇട്ടിട്ട്. ഇതിൽ ഉപ്പ് പോരാട്ടാ, കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഞാൻ തിളക്കട്ടെ നന്നായി. സാമ്പാർ തിളച്ചു കൂട്ടാ, അടിപൊളിയായിട്ട് കുറുകി വന്നു. കിടുക്കാച്ചി സാമ്പാർ കിട്ടില്ല. സാമ്പാർ ഓഫാക്കുക, താളിച്ചൊഴിക്കാട്ടോ നന്നായിട്ട്. നന്നായിട്ട് താളിച്ചെടുക്കും. ചീഞ്ചട്ടി നന്നായി ചൂടാവട്ടെ. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടാവട്ടെ. കടുക് ഇട്ട് കൊടുക്കുക. രണ്ട് വറ്റൽമുളക്, കറിവേപ്പില, ഇത് ഓഫാക്കിയിട്ടാ. ഇനി 1 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ഓഫാക്കിയിട്ട് ഒഴിച്ച് കൊടുക്കാം. സാമ്പാറാണ്.
നിങ്ങളിങ്ങനെ വെക്കുന്ന കമൻറ്റ് ചെയ്യാം കേട്ടോ. സാമ്പാർ പൊടി ഇട്ട് താളിച്ചു. സാമ്പാർ വെച്ചിട്ട് ഓണം വന്ന പോലെ അല്ലേ, സൂപ്പർ ടേസ്റ്റാ. ഏട്ടൻ കേബേജ് നുറുക്കണം കേട്ടോ ഉപ്പേരിക്ക്. കുറച്ച് കേബേജ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു ഉപ്പേരി ചെറുത് ഇത്തിരി കാലത്ത് കഴിച്ച് പാത്രത്തിലായി കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു. കുറച്ചുള്ളൂ. അങ്ങനെ ഇരുട്ടാണ് കേട്ടോ, ഇരുട്ടാണ് പറയാ. കഴിച്ചില്ല. കഴിഞ്ഞാ കഴിഞ്ഞു. ഞാൻ കേബേജ് തോരൻ വെക്കാം കേട്ടാ. കടകിട്ട് കൊടുത്തു, വെട്ടാൻ തുടങ്ങി. എണ്ണ ചൂടായി. പച്ചരി മുളക്, കറിവേപ്പില, എല്ലാം കൂടി തിരികെ വെച്ചോ. ഉള്ളി, പച്ചമുളക്, ഉപ്പ്, മഞ്ഞൾപ്പൊടി. കുറേ കേബേജ് വാങ്ങി വെച്ചിട്ട് അന്ന് വെച്ചതാണ്. എന്താ സൗണ്ട്? കാണാൻ നല്ല സൗണ്ട്. ചെറുതാക്കി മുറിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കാണാൻ കണ്ടത്. ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കട്ടോ. കേബേജ് വേണ്ടാ നോക്കാം. അതൊക്കെ ഒന്നും വെക്കുന്നതാണ് കേട്ടോ. കുറച്ച് തേങ്ങ ഇട്ടു. ഇന്ന് തേങ്ങ ചെറിയപ്പോൾ അതാണ് കഷ്ണം. കേബേജ് തോരനും സാമ്പാറും. ഒരു പപ്പടം കൂടി വേണ്ടതാണ്. പപ്പടം ഇല്ല. പപ്പടം വേണ്ട. നന്നായി മുളക് വറുക്കുന്നുണ്ട്. മുളകല്ല, മുളക് വറുത്തത്. നമ്മുടെ തോരൻ റെഡി ആയിട്ടാണ്. ഞാൻ പുട്ടുണ്ടാക്കട്ടെ. ഓണം വന്നില്ലേന്ന് സാമ്പാർ വെച്ചപ്പോലെ. സാമ്പാറും കേബേജ് ഇത് സിമ്പിൾ സാമ്പാറാണ് കേട്ടോ. ഉണ്ണിക്ക് ചോറാക്കി കൊടുക്കട്ടെ കേട്ടോ. കേബേജ് തോരൻ, സൂപ്പർ സാമ്പാറൊക്കെ ഒന്നാണല്ലേ. ചൂട് എടുപ്പിടിക്ക്. അത് ചോറ് കൊടുക്കട്ടെ. ഈ സാമ്പാർ കൂട്ടിക്കും ചോറാണ് കേട്ടോ കൊടുക്കണം. അവൾക്ക് പുട്ട് വേണ്ടാക്കാം. കഴിച്ചോളിട്ട് നമ്മുടെ പുട്ട് റെഡി ആയിട്ടാ. ഞങ്ങൾ പുട്ട് കഴിക്കട്ടെ. ചൂട് വായു വറക്കണ പുട്ട്. അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവർക്ക് എല്ലാവർക്കും ടാറ്റ.